നമുക്ക് നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. രാപ്പകലില്ലാതെ ഇന്ത്യയുടെ സിരകളിലൂടെ ഓടുന്ന ഈ റെയിൽവേ എന്ന കൂറ്റൻ സംവിധാനം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയൊരു ശൃംഖല വെറുതെ അങ്ങ് പ്രവർത്തിക്കുന്നതല്ല കേട്ടോ. ഇതിനു പിന്നിൽ അതിസങ്കീർണവും എന്നാൽ കൃത്യവുമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയും വലിയ നിർമ്മാണ യൂണിറ്റുകളുമുണ്ട്. ഇന്നത്തെ ഈ വിശകലനത്തിൽ റെയിൽവേയുടെ ഈ ഭരണനിർമ്മാണ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഇന്നത്തെ വിഷയത്തെ പ്രധാനമായും 5 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ വകുപ്പ് തല നേതൃത്വം, അവരെ സഹായിക്കുന്ന മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫ്, പ്രത്യേക നിർമ്മാണ കേന്ദ്രങ്ങൾ, ഗവേഷണവും സാങ്കേതിക പിന്തുണയും, പിന്നെ അവസാനമായി ഈ കൂറ്റൻ സംവിധാനത്തിലേക്കുള്ള ജീവനക്കാരുടെ നിയമനങ്ങൾ. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. റെയിൽവേ വകുപ്പ് തല നേതൃത്വം. ഈ വലിയ സിസ്റ്റം നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നിര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെയിൽവേ അഡ്മിനിസ്ട്രേറ്റീവ് ശ്രേണിയുടെ ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് PHODകളെയാണ്, അതായത് പ്രിൻസിപ്പൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഒരു സോണൽ ജനറൽ മാനേജർക്ക് കീഴിൽ ഓരോ പ്രത്യേക വകുപ്പിന്റെയും പൂർണ്ണ ചുമതല ഈ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർക്കാണ്. തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന്റെ വികസനം കൃത്യമായി നടക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഈ PHODമാർക്കാണ്. പ്രധാനപ്പെട്ട 4 PHODകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രെയിനുകളുടെ ഓപ്പറേഷൻസ് മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് PCOM അഥവാ പ്രിൻസിപ്പൽ ചീഫ് ഓപ്പറേഷൻസ് മാനേജറാണ്. ഇനി ട്രാക്കുകളും മറ്റു സിവിൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളും നോക്കുന്നത് PCE അതായത് പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയറാണ്. സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ സിഗ്നലുകളും വാർത്താവിനിമയവും PCSTയുടെ ചുമതലയിലാണ്. ഇതെല്ലാം നന്നായി നടക്കണമെങ്കിൽ പണം വേണ്ടേ? സാമ്പത്തിക കാര്യങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് PFA അഥവാ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. വളരെ കൃത്യമായ വിഭജനമല്ലേ? രണ്ടാമത്തെ ഭാഗം ദ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫ്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്ലാനുകൾ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നത് ആരാണെന്നറിയണ്ടേ? ഈ PHODമാർക്ക് മാത്രം ഇത്രയും വലിയൊരു സിസ്റ്റം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അവർക്ക് കൃത്യമായ പിന്തുണ നൽകാൻ വളരെ കർശനമായി രൂപകൽപ്പന ചെയ്ത ഒരു ചെയിൻ ഓഫ് കമാൻഡ് തന്നെ റെയിൽവേയിലുണ്ട്. ഡെപ്യൂട്ടി സ്കെയിൽ ഓഫീസർമാർ, സീനിയർ സ്കെയിൽ ഓഫീസർമാർ, പിന്നെ അവർക്ക് താഴെയായി ജൂനിയർ സ്കെയിൽ ഓഫീസർമാർ. ഈ ഒരു വലിയ ഉദ്യോഗസ്ഥ നിരയാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിൽ അതിവേഗം നടപ്പിലാക്കുന്നത്. ഇനി നമ്മൾ മനുഷ്യരിൽ നിന്നും മാറി യന്ത്രങ്ങളിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ഭാഗം പ്രത്യേക നിർമ്മാണ കേന്ദ്രങ്ങൾ അഥവാ സ്പെഷ്യലൈസ്ഡ് മാനുഫാക്ചറിംഗ് ഹബ്ബുകൾ. ഇവിടെ നിങ്ങൾക്ക് വളരെ സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമുണ്ട്. ഭരണസംവിധാനമൊക്കെ ഗംഭീരമാണ്, എന്നാൽ ഈ കാണുന്ന കൂറ്റൻ എഞ്ചിനുകളും കോച്ചുകളും ചക്രങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇത് വെറുതെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. ഇതിനുവേണ്ടി രാജ്യത്ത് ചില പ്രത്യേക നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. ഒരു ട്രെയിൻ പൂർണ്ണരൂപത്തിലാകുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഈ ഫാക്ടറികളിൽ നിന്നുള്ള ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്. ഉദാഹരണത്തിന് 1950 മുതൽ ഇലക്ട്രിക് എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സ് അഥവാ CLWയിലാണ്. ഇനി ഈ ട്രെയിനുകൾക്ക് കുതിച്ചുപായാൻ ആവശ്യമായ ചക്രങ്ങളും ആക്സിലുകളുമുണ്ട്. ഇത് പ്രധാനമായും വരുന്നത് 1984 സ്ഥാപിതമായ ബാംഗ്ലൂരിലെ റെയിൽ വീൽ ഫാക്ടറിയിൽ അഥവാ RWയിൽ നിന്നാണ്. എഞ്ചിനും ചക്രങ്ങളുമായി ഇനി യാത്രക്കാർക്കിരിക്കാൻ കോച്ചുകൾ വേണ്ടേ? പാസഞ്ചർ കോച്ചുകളുടെ കാര്യത്തിൽ പ്രധാനമായും 2 കൂട്ടൻ ഹബ്ബുകളാണ് ഈ വിതരണം ഉറപ്പാക്കുന്നത്. ഒന്ന് നമ്മുടെ ചെന്നൈയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, അതായത് ICF. മറ്റൊന്ന് 1988 പ്രവർത്തനമാരംഭിച്ച കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി അഥവാ RCF. രാജ്യത്തുടനീളം പുതിയ ട്രെയിനുകൾക്കും മറ്റും ആവശ്യമായ കോച്ചുകൾ എപ്പോഴും ഒരു കുറവുമില്ലാതെ സപ്ലൈ ചെയ്യുന്നത് ഈ 2 ഫാക്ടറികളാണ്. നേരെ 4ാമത്തെ ഭാഗത്തിലേക്ക്, ഗവേഷണവും സാങ്കേതിക പിന്തുണയും, അതായത് റിസർച്ച് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. ലക്നൗ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതാണ് RDSO, അതായത് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. റെയിൽവേയുടെ മസ്തിഷ്കം എന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഈ സങ്കീർണമായ യന്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതുമെല്ലാം ഈ എലൈറ്റ് ടെക്നിക്കൽ ടീമാണ്. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നറിയാമോ? ഇതൊരു റിസർച്ച് ലാബാണെങ്കിലും ഒരു പൂർണ്ണ സോണൽ റെയിൽവേയുടെ പദവി തന്നെ RDSOക്ക് നൽകിയിട്ടുണ്ട്. അത്രയ്ക്ക് നിർണായകമാണ് ഇവരുടെ റോൾ. ഇനി നമ്മുടെ അവസാന ഭാഗം, റെയിൽവേയിലെ ജീവനക്കാരുടെ നിയമനം. സിസ്റ്റം റെഡിയായി, ട്രെയിനുകൾ റെഡിയായി. ഇനി ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ ആളുകൾ വേണ്ടേ? ഈ ഭീമാകാരമായ ഓർഗനൈസേഷൻ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലക്ഷക്കണക്കിന് ജീവനക്കാരെ ആവശ്യമാണ്. അത് ചെറിയൊരു ടാസ്ക് അല്ല കേട്ടോ. ഇതിനായി മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് രാജ്യത്തുടനീളമായി 21 വ്യത്യസ്ത റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അഥവാ RRBകളുണ്ട്. ഇത്രയും വലിയൊരു ശൃംഖലയിലൂടെയാണ് റെയിൽവേ തങ്ങൾക്കാവശ്യമായ ഓരോ ജീവനക്കാരെയും കൃത്യമായി തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കൂ.
അടുത്ത തവണ നിങ്ങളൊരു ട്രെയിനിൽ കയറുമ്പോൾ ഇതൊക്കെയൊന്ന് ഓർക്കണം. മുകളിൽ നിയന്ത്രിക്കുന്ന PHODമാർ, അവർക്ക് സപ്പോർട്ട് നൽകുന്ന വലിയൊരു ഉദ്യോഗസ്ഥ നിര, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്ന RDSO, രാപകലില്ലാതെ എഞ്ചിനുകളും കോച്ചുകളും നിർമ്മിക്കുന്ന കൂറ്റൻ ഫാക്ടറികൾ, കൂടാതെ ലക്ഷക്കണക്കിന് ആളുകളെ ജോലിക്കെടുക്കുന്ന 21 റിക്രൂട്ട്മെന്റ് ബോർഡുകൾ. ഈ പരസ്പരബന്ധിതമായ ഒരു വലിയ സിസ്റ്റം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യം മുഴുവൻ ഭരിക്കുന്നതിന് തുല്യമല്ലേ? തീർച്ചയായും അതെ. ഈ വലിയൊരു ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്.